ഇവിടെ സുഖിപ്പിച്ചോണ്ട് നിന്നോ, അവിടെ കുളമായി. അയ്യോ ചന്ദ്രമതി കൊണ്ടുപോയി കളയണതിനൊക്കെ എന്റെ ചുപ്പ് മുഴുവൻ തൊപ്പി നാറ്റിച്ചു. ഇത്തിരി വെറ്റിലക്കറ വീണ് തന്റെ പുറന്നണിഞ്ഞു വെച്ച് തോന്നിവാസം പറഞ്ഞിട്ടല്ലോ കേട്ടിട്ട് അലക്കും ഞാൻ. താനെന്തിനാണ് ഈ വെള്ള ചുപ്പി ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ ഞാൻ പോകുന്നത്? പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടില്ല. ഇതെന്റെ മൂന്നാമത്തെ ചുപ്പിയാണ്. 3 എണ്ണേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. താൻ 30 എണ്ണം കൊണ്ടുവരണം, എന്നാലല്ലേ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് 3 എടുത്ത് ചെല്ലാനുള്ളതാ. താൻ ഇത് കോപ്പിലേക്ക് പോടും. ഇത് ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധവനെ കൊച്ചാക്കി കാണിച്ച അത്ര ഇയാൾ വലുതാവല്ലേ. സാർ ഇങ്ങനെ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇസ്ത്രി ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. ദേ കിട്ടിയ അനുമോദനൊക്കെ മാധവന് ധാരാളം. ചന്ദ്രമതി മക്കളെ മുങ്ങി എടുത്തോണ്ട് നീ വാടി ചന്ദ്രമതി. അബൂട്ടിയായിരിക്കും. ആ പ്രസിഡന്റിനൊന്ന് ഐസ് വെക്കാൻ പറഞ്ഞിരുന്നു. മോളെ ഹലോ, ഇംഗ്ലീഷാ? ഇതാ ക്യാ? അയാൾക്ക് ഹിന്ദി അറിഞ്ഞൂടാ. രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ രണ്ടിന്റെ ഒരു കളി. മലയാളത്തിൽ ചോദിക്കടാ. ചേച്ചി ഹലോ, ഇതാണോ മലയാളം? ഹലോ ആരെങ്കിലും മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് കട്ടായി. അയാൾ എപ്പോഴും ഒരാവശ്യമില്ലാണ്ട് വിളിക്കും, ചോദിച്ചാലൊന്നും വേണ്ടൂല. ആര്? ആ കട്ടായി. കടിച്ചു പിടിച്ചിരിക്കാതെ ഒന്നുകിൽ നീ അതങ്ങടെ ഇറക്ക്, അല്ലെങ്കിൽ പൊതിഞ്ഞു കിട്ടി നിന്റെ അമ്മയ്ക്കോ ആങ്ങളമാർക്കോ അയച്ചു. ഈ അമ്മച്ചി എവിടെ പോയാലും കൊളോക്കും. തുപ്പല് കൊളം. വെറ്റില മുറുക്കുന്നേ കുഴപ്പമൊന്നുമില്ല, നേരെ വണ്ണം തുപ്പാൻ പഠിച്ചാ മതി. നിന്റെ അമ്മയ്ക്ക് അറിയാൻ വയ്യാത്ത അത് തന്നെയല്ലേ. ഒരു സ്ഥലത്ത് ചെന്നാ കേന്ദ്രസ്ഥാനം എവിടെയാണോ അത് നോക്കി നല്ല കൃത്യമായിട്ട് തുപ്പും. മിണ്ടാതിരിക്കടേ. എന്നോടുള്ള ദേഷ്യ പിള്ളേരോട് കാണിക്കണ്ട. ദേ ഞാൻ നിർത്തി, അങ്ങോട്ട് മാറിക്കേ. അച്ഛൻ ഫുൾ ആംബിയറിൽ തന്നെ നിൽക്കണം, ചിരിച്ചു പോകരുത്. അമ്മച്ചിയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. ഗൂഢാലോചന ഒന്നും വേണ്ട. ദാ ഇന്നത്തോടെ ഞാൻ വെറ്റില മുറുക്കുന്നത് നിർത്തി. ഇനി എന്ത് സംഭവിച്ചാലും മുറുക്കില്ല. ദാ 2 ദിവസത്തേക്ക് വാങ്ങിച്ച വെറ്റില മുഴുവൻ ഇതിലുണ്ട്. ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ടേ പുറത്ത് കളയാം. ആ എന്നാ ഞാൻ തന്നെ കൊണ്ടുപോയി കളഞ്ഞേക്കാം. ഓ മുഴുവനും തളിര് വെറ്റിലയാ ദിഗംബരനെ വാങ്ങിച്ചു തന്നത്. കളയണ്ട, തിരിച്ചു കൊടുക്കാമോ അല്ലേ? നിന്നെ കൊണ്ട് ഇതൊന്നും നിർത്താൻ കഴിയില്ല ചന്ദ്രമതി. നീ ചവച്ചോ ആവശ്യത്തിന് തുപ്പിക്കോ. എന്തൊക്കെ സംഭവിച്ചാലും ഏതാണ്ടൊക്കെ കളിച്ച് ഞാനും മക്കളും നിന്നോടൊപ്പം ഉണ്ടാവും. പ്രസിഡന്റ് ഇവിടൊന്ന് വന്നാ പോരെ? മതി, ഇത് തുപ്പാനുള്ള ട്രെയിനിങ് ആണ്. ഞങ്ങളുടെ ഈ ട്രെയിനിങ് കഴിയുന്നതോടെ അമ്മച്ചി വൃത്തിയായി തുപ്പാൻ പഠിക്കണം. കണ്ണടച്ചിരുന്നോണം. ഈ വരുന്നതാണ് പ്രസിഡന്റ്. പ്രസിഡന്റ് എടുത്തുന്ന് വരുമ്പോ അമ്മച്ചി വലത്തോട്ട് തുപ്പണം. കേട്ടോ? വരൂ ശിവമകനെ. റെഡി 1 2 3. വലത്തോട്ട് തുപ്പാൻ ഇടത്തോട്ടാണ് തുപ്പുന്നത്. ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മച്ചി ഇടത്ത് നാള് വരുമ്പോ വലത്തോട്ടാണ് തുപ്പേണ്ടത്, വലത്ത് നാള് വരുമ്പോ ഇടത്തോട്ടും. അങ്ങനെയാണ് ഈ ലോകത്ത് എല്ലാരും തുപ്പുന്നത്. 2 ഭാഗത്തൊന്നും ആള് വന്നാലോ? അപ്പൊ മുകളിലേക്ക് തുപ്പാം, സ്വന്തം മുഖത്തേനെ വീണോളും. അമ്മച്ചി എങ്ങനെ കഷ്ടപ്പെടുത്തണോ? നീരില്ലാത്തവരില് കിട്ടൂല. പ്രസിഡന്റ് അവിടെ പോയി റെഡിയായി നിൽക്കാം. ശരി, കണ്ണടച്ചോ. കണ്ണടച്ച എനിക്കൊന്നും കാണുന്നില്ല. കണ്ണടച്ച അമ്മച്ചിക്ക് മാത്രമല്ല ആർക്കും ഒന്നും കാണൂല. നേരാവണ്ണം സഹകരിക്കുന്നുണ്ടോ അതോ ഞങ്ങള് പോണോ? യോ തുപ്പ. ഓം പ്രസിഡന്റായ നമഃ. വരൂ. ദാ വരുന്നുണ്ട്, ഇടത്തുനിന്ന് വരുന്നുണ്ട്. എത്താറായി, ഇപ്പെത്തും. എത്തി. അണ്ണ എങ്ങനെ എന്റെ മുമ്പിൽ വന്ന്? ഞങ്ങൾ അളിയനെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേ. പെങ്ങളെ കാണാൻ ആവേശം മുത്തി ഞാൻ പെട്ടിയോട്ടം നിർത്തി ചാടി ഓടി. എന്താ മക്കളെ? അളിയൻ അവാർഡ് കിട്ടിയല്ലേ അളിയ? അവാർഡിന്റെ മധുരം ഞങ്ങൾ വെത്തി അളിയ. എന്നെ കാണാൻ ദിഗംബരനെ ഓട്ടോയിൽ ഇറങ്ങി ഓടിയെന്ന്. ഓട്ടോ ഇതുവരെ എത്തിയിട്ടില്ല. ദിഗംബരൻ എന്ത് സ്പീഡിൽ ഓടിയെത്തിയത്? ഓട്ടോയുടെ മുന്നിലോടി ഓട്ടോയൊക്കെ മുമ്പിലെത്തിയോ? ആ ആട്ടോ ഇവിടെ എത്തുന്നതിന് മുമ്പ് ടയറിന്റെ വെടി തീർന്ന് വഴി കിടന്നു. ഞാൻ അത് നിർത്തി ചാടി ഓടി. ഇല്ലെങ്കിൽ അളിയന് കൊണ്ടുവന്ന ചരക്കെല്ലാം ഞാനും തലയിൽ ചുമക്കണ്ടേ. അണ്ണന്മാരെല്ലാം ചുവന്നോണ്ട് വരുന്നുണ്ട്. അളിയാ
ആറുമുകളിയ ഇത് പിടി. അളിയാ. ഷൺമുകളിയ ഗുണശേഖരളിയ. അളിയൻ എന്തിനാ നിലവിളിക്കണേ? നിലവിളിച്ചതല്ല, സന്തോഷം കൊണ്ട് ഹൃദയം പാടുന്നതാ. അളിയൻ അവാർഡ് അടിച്ചേനി അണ്ണന്റെ വക നിനക്കുള്ള സമ്മാനം 1001 തഞ്ചാവൂർ കിളിവെറ്റില്ല. ബഹളം വേണ്ട, അളിയൻ പാടി ഉറങ്ങിക്കോട്ടെ. ഇത്രയും ചെറുപ്പത്തിലെ അളിയന് പാടി പാടി അവാർഡ് കിട്ടി. ഇത്രയും പ്രായമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? അതാ പറഞ്ഞത്, അളിയനെ നമ്മളെ പെങ്ങള് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും അറിയുമായിരുന്ന? ഇപ്പോഴും ആരും അറിയില്ലല്ലോ. നീ എല്ലാടാ അളിയനെ കൊച്ചാക്കിട്ട് അന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അത് ശരി, നാട്ടിലെ നാണയക്കടായെന്ന് പറഞ്ഞ അണ്ണനല്ലേ തൊണ്ടയ്ക്ക് തൊള്ളയിട്ട് അളിയന്റെ പാട്ട് നിർത്തിക്കൊന്ന് പറഞ്ഞത്? അത് മാറുന്ന ഞാനാണ് പറഞ്ഞോ? പറഞ്ഞു തൊളയിട്ടി നാട്ടിന്നേ ഓടിക്കൂന്ന് പറഞ്ഞു. അന്ന് അളിയനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചേ അടങ്ങൂന്ന് വാശി പിടിച്ചത് ഈ ഞാനാ. അല്ലെങ്കിൽ അളിയന്റെ വെള്ളവും മോന്തി വെള്ളത്തിൽ കിടക്കണ കാണായിരുന്നു അല്ലേ? ഓ പിന്നെ വാശി പിടിച്ചത് നീയല്ല, പെങ്ങൾ അളിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോ നിന്റെ ബോധം പോയി. കെട്ടാൻ അളിയനെ നിർബന്ധിച്ചതേ ഞാനാ. അണ്ണൻ പറഞ്ഞിട്ടാണോ അളിയൻ പെങ്ങളെ കെട്ടിയത്? അതെ. അണ്ണന്റെ കൈ വെറുതെ ഇരിക്കുകയാണോ? ആ വെറുതെ ഇരിക്കുക, കോഴി തീർന്ന്. എങ്കിൽ അണ്ണന്റെ കൈ കൊണ്ട് ഈ അണ്ണനായിട്ടൊന്ന് കൊടുത്തേ. എനിക്ക് ഇനി ഈ കള്ളത്തരം കേൾക്കാൻ വയ്യ. അണ്ണനൊന്ന് നോക്കിയാ പൊട്ടിക്ക് ഞാൻ. എന്നാ പൊട്ടിക്കടാ, പൊട്ടിക്ക. ദാ കണ്ടില്ലേ എങ്ങനെയുണ്ട് അണ്ണന്മാരുടെ ഉത്സവം? വെടിക്കെട്ട് തീരാൻ ഇനിയും സമയമെടുക്കും. അങ്ങോട്ട് ചെന്നാലേ ചിലപ്പോ പടക്കങ്ങളൊക്കെ ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരും. ഊളന്മാര്. ആദ്യത്തെ റെക്കോർഡിംഗ് 11-ന്, ആ. പിന്നെ 3-ന്. അത് രണ്ടും ഓക്കെ, എനിക്ക് ടെൻഷനില്ല, ഞാനല്ലോ പാടുന്നത്. പക്ഷേ 4 മാസം മുമ്പ് ഫുൾ പേയ്മെന്റ് വാങ്ങിയ മ്യൂസിക്കൽ പ്രോഗ്രാം വൈകിട്ട് 6 മണിക്കാ വെച്ചിരിക്കുന്നത്. അതിനെന്താ, ഞാൻ പാടും. വലിയ വലിയ ആൾക്കാർ വരുന്ന പാർട്ടിയാ. ഒരു സൈഡിൽ പാട്ട്, ഒരു സൈഡിൽ പാർട്ടി. കഴിഞ്ഞ പാർട്ടിക്ക് ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം പത്രക്കാരറിയാതെ എങ്ങനെ ഒതുക്കി. അതിനു മുമ്പുള്ള വേറെയും പ്രശ്നങ്ങൾ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. ഇത്തവണ സാറിന് ഫാമിലി വേണോ, സിംഗിൾ ആണെന്ന് അങ്ങ് തീരുമാനിച്ച പോലെ? ഒന്നുമില്ല. വൈകുന്നേരം പാർട്ടിക്ക് പോകുമ്പോ ഇതിലേത് സാരിയാ ഞാൻ എടുക്കേണ്ടത്? ചേച്ചി ഇവിടെ രണ്ടും എടുത്തോ. ആ. പക്ഷേ അണ്ണന്മാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ചേച്ചി ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. ഭാര്യ സഹോദരി ഭർത്താവേ കമലേഷു എന്നാണല്ലോ പ്രമാണം. എന്തോന്ന്? അല്ല, ചേച്ചിയും കുട്ടികളും അണ്ണന്മാരും കൂടി ഇവിടെ ഊഞ്ഞാലാടുമ്പോ സാർ അവിടെ പാടി തീർത്ത് ഉള്ള പൈസയും വാങ്ങി ഇങ്ങോട്ട് വരും. വന്നാ പിന്നെ എല്ലാവർക്കും ഒന്നായി ആടാലോ. അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട, ചേച്ചി വരണം. ആ, അണ്ണന്മാർക്ക് പെട്ടെന്ന് പാസ് അടിച്ച് കിട്ടൂല എന്ന് പറയായിരുന്നു. അങ്ങനെ പറ. അപ്പോട്ടി പറഞ്ഞ എന്തായാലും ഞാൻ വരും. വായിലെടുത്തിട്ട വാക്കല്ല താഴ്ത്ത് വീണത്. വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി കേട്ടത് വരണമെന്നാണ്. ഭാര്യയെ സഹോദരി ഭർത്താവേ കമലേഷു. ഇപ്പൊ താനൊരു കമലേഷുമായി, ശരിക്കൊരു കമലേഷു.